പഞ്ചാബിനെ നടുക്കിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കാഞ്ചൻ കുമാരിയുടെ കൊലപാതക കേസിൽ മുഖ്യപ്രതി പിടിയിൽ. വിദേശത്തൊളിവിലായിരുന്ന അമൃത്പാൽ സിംഗ് മെഹ്റോണിനെ കൊലപാതകം നടന്ന് 10 മാസത്തിനു ശേഷമാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്റർപോളിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടെ അമൃത്പാലിനെ പഞ്ചാബ് പോലീസ് ഇന്ത്യയിലെത്തിക്കുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കമാൽ കൗർ ബാബി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കഞ്ചൻ കുമാരിയെ 2025 ജൂണിലായിരുന്നു ഒരു ആശുപത്രിക്ക് സമീപം കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ചായിരുന്നു കൊലപാതകം. സ്വയം പ്രഖ്യാപിക്കുന്ന സിഖ് തീവ്രവാദ നേതാവായ അമൃത്പാൽ സിംഗ് മെഹ്റോൺ എന്ന ആളാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ മാസ്റ്റർ മൈൻഡ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ അമൃത്പാൽ സിംഗ് വിദേശത്തേക്ക് കടന്നു. തുടർന്ന് ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ച പഞ്ചാബ് പോലീസ് കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ വിദേശത്ത് വെച്ച് പിടിയിലായ ഇയാളെ വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യയിൽ എത്തിക്കുകയായിരുന്നു. കേസിൽ നേരത്തെ പിടിയിലായ ജസ്പ്രീത് സിംഗ്, സിമ്രജിത് സിംഗ് എന്നിവരെ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്തിയിരുന്നു. കാഞ്ചൻ കുമാരിയുടെ വീഡിയോകൾ സിഖ് മതവികാരത്തെ വ്രണപ്പെടുത്തിയതുകൊണ്ടാണ് അവരെ കൊന്നതെന്നായിരുന്നു പിടിയിലായവരുടെ മൊഴി. ਪੰਜਾਬ ਪੁਲਿਸ ਦੇ ਕਾਊਂਟਰ ਇੰਟ ਦੇ ਸੈੱਲ ਓਵਰਸੀਜ਼ ਫਿਊਜੀਟਿਵ ਟਰੈਕਿੰਗ ਐਂਡ ਐਕਸਟ੍ਰੈਡੀਸ਼ਨ ਸੈੱਲ ਰਾਹੀਂ ਇਸ ਨੂੰ ਗ੍ਰਿਫਤਾਰ ਕੀਤਾ ਜਾ ਚੁੱਕਾ ਹੈ। ਇੱਥੇ ਜ਼ਿਕਰਯੋਗ ਹੈ ਕਿ 11 ਜੂਨ ਨੂੰ ਆਦੇਸ਼ ਹਸਪੀਟਲ ਦੀ ਪਾਰਕਿੰਗ ਦੇ ਨੇੜੇ ਇੱਕ ਡੈੱਡ ਬੋਡੀ ਮਿਲੀ ਸੀਗੀ, ਜਿਸ ਤੇ ਤੁਰੰਤ ਕਾਰਵਾਈ ਕਰਦੇ ਹੋਏ ਥਾਣਾ ਕੈਂਟ ਵਿਖੇ ਬਠਿੰਡਾ ਵਿਖੇ ਮੁਕੱਦਮਾ ਦਰਜ ਕੀਤਾ ਗਿਆ ਸੀ ਤੇ ਡਿਊਰਿੰਗ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਇਹ ਚੀਜ਼ ਕਲੀਅਰ ਹੋਈ ਸੀ ਕਿ ਜਿਹੜੀ ਇਸ ਘਟਨਾ ਨੂੰ ਵਾਰਦਾਤ ਨੂੰ ਅੰਜਾਮ ਦਿੱਤਾ ਹੈ ਉਸ ਦੇ ਵਿੱਚ ਅਮਰਿਤਪਾਲ ਸਿੰਘ ਮਹਿਰੋ ਮੁੱਖ ਦੋਸ਼ੀ ਹੈ ਤੇ ਇਸਨੇ ਆਪਣੇ ਸਾਥੀਆਂ ਨਾਲ ਜੋ ਕਮਲ ਕੌਰ ਭਾਬੀ ਸੀ ਉਸ ਦਾ ਗਲਾ ਘੋਟ ਕੇ ਉਸ ਦੀ ਹੱਤਿਆ ਕਰ ਦਿੱਤੀ ਗਈ ਸੀਗੀ। കൊലപാതകത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവെച്ച അമൃത്പാൽ സിംഗ് മെഹ്റോൺ കുറ്റസമ്മതം നടത്തുകയും മറ്റ് ഇൻഫ്ലുവൻസർമാർക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. മറ്റ് 2 യുവതികളെയും ഇയാൾ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസ് വെളിപ്പെടുത്തി. ഓർഗനൈസ്ഡ് ക്രൈമുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്ന് പഞ്ചാബ് DGP ഗൗരവ് യാദവ് വ്യക്തമാക്കി. ਇਸ ਨੂੰ ਗ੍ਰਿਫਤਾਰ ਕਰਨ ਲਈ ਇੰਟਰਪੋਲ ਰਾਹੀਂ ਇਸ ਦਾ ਰੈੱਡ ਨੋਟਿਸ ਵੀ ਜਾਰੀ ਕਰਵਾਇਆ ਜਾ ਚੁੱਕਿਆ ਸੀ ਤੇ ਮਾਨਯੋਗ ਅਦਾਲਤ ਵੱਲੋਂ ਇਸ ਨੂੰ ਭਗੌੜਾ ਵੀ ਕਰਾਰ ਕਰ ਦਿੱਤਾ ਗਿਆ ਸੀਗਾ ਤੇ ਅੱਜ ਸਾਰੀ ਪੂਰੇ ਕੋਆਰਡੀਨੇਸ਼ਨ ਨਾਲ ਕਰਦੇ ਹੋਏ ਅੱਜ ਅਮਰਿਤਪਾਲ ਮਹਿਰੋ ਨੂੰ ਗ੍ਰਿਫਤਾਰ ਕੀਤਾ ਜਾ ਚੁੱਕਾ ਹੈ। കാഞ്ചൻ കുമാരിയുടെ ഉള്ളടക്കങ്ങൾ സിഖ് സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നും അതിനാൽ അവരെ വധിച്ചതാണെന്നുമുള്ള പ്രതികളുടെ മൊഴി പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. പഞ്ചാബിലെ മോഗ സ്വദേശിയായ അമൃത്പാൽ സിംഗിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പോലീസ്. ഖിലാഫ് അഹമ്മദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.